നിങ്ങൾ തുടരുമെന്ന് പറയുന്ന സിനിമ തിയേറ്ററിൽ പോയി കണ്ടവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക. 200 ലൈക്കിന് ടാർഗറ്റ്. സോ എല്ലാവരും അതിലേക്ക് എത്തിക്കുമെന്ന് വിചാരിക്കുന്നു. സോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്, തുടരും വളരെ മികച്ച രീതിയിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അതിന് മുമ്പ് നമുക്ക് മറ്റൊരു കാര്യം നോക്കാം, സൂര്യയുമായിട്ട് ബന്ധപ്പെട്ട് റെട്രോയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം നോക്കാം. എന്നിട്ട് നമുക്ക് തുടരിലേക്ക് പോകാം. എന്തായാലും നിങ്ങൾക്ക് അറിയാവുന്നൊരു കാര്യമാണ്, റെട്രോ റിലീസാകാൻ പോവുകയാണ്. എന്തായാലും ഇപ്പോൾ തന്നെ ഏതാണ്ട് 1 കോടി രൂപ പ്രീ സെയിൽ കേരളത്തിൽ നടന്നിരിക്കുന്നു എന്ന തരത്തിലുള്ള വാർത്തയാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. സോ എന്തായാലും തുടരും എന്ന് പറയുന്ന സിനിമ ഇത്ര നല്ല രീതിയിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് പോലും റെട്രോ 1 കോടി രൂപ പ്രീ സെയിൽ കേരളത്തിൽ ഉണ്ടാക്കി എന്ന് പറയുന്നത് അത് വേറെ ലെവലൊരു സംഭവം തന്നെയാണ്. സൂര്യക്ക് കേരളത്തിലുള്ള ഫാൻസിനെ കാണിക്കുന്നൊരു സംഭവം തന്നെയാണത്. സോ എന്തായാലും നമുക്കറിയാം ആ ഒരു പ്രമോ സോങ് ഒക്കെ വേറെ ലെവലായിരുന്നു. സോ അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഉറപ്പായിട്ടും സിനിമ കയറും. എന്തായാലും നല്ലൊരു റിവ്യൂ കൂടെ വന്നു കഴിഞ്ഞാൽ വേറെ ലെവലായിരിക്കും. സൂര്യയ്ക്കും ഒരു തിരിച്ചുവരവ് നടത്താം എന്ന് തന്നെ പറയാം. കാരണം കഴിഞ്ഞ വർഷം മോഹൻലാൽ വൻ രീതിയിൽ പാടി നിൽക്കുകയായിരുന്നു. ഈ വർഷം വൻ തിരിച്ചുവരവാണ് മോഹൻലാൽ നടത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ സൂര്യയും ഈ വർഷം ഒരു തിരിച്ചുവരവ് നടത്തും എന്ന് തന്നെ നമുക്ക് വിചാരിക്കാം. ഇനി തുടരും എന്ന് പറയുന്ന സിനിമയുടെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ കൊണ്ടാട്ടം എന്ന് പറയുന്ന പാട്ട് ഇന്ന് 6 മണിയോടെ റിലീസാകാൻ പോവുകയാണ്. എന്തായാലും ഈ ഒരു പാട്ട് വലിയ ഹിറ്റാകുമെന്നാണ് എല്ലാവരും വിചാരിക്കുന്നത്. അതിനുള്ള കാരണം എന്ന് പറയുന്നത് ഇതിൻ്റെ മ്യൂസിക് ഡയറക്ടർ എന്ന് പറയുന്നത് ജേക്സ് ബിജോയാണ്. ഇത് പാടിയിരിക്കുന്നത് MG ശ്രീകുമാർ അതുപോലെ തന്നെ രാജലക്ഷ്മിയാണ്. സോ MG ശ്രീകുമാറിൻ്റെ ഒരു തിരിച്ചുവരവാണ്. ഒരുപാട് വേറെ ലെവൽ ഹിറ്റാണ്. റിലീസ് ചെയ്തിരിക്കുന്നത് വിനായക ശശികുമാറാണ്. അതുപോലെ തന്നെ കൊറിയോഗ്രാഫർ എന്ന് പറയുന്നത് ബൃന്ദ മാസ്റ്ററാണ്. സോ എന്തായാലും വേറെ ലെവലായിരിക്കും എന്ന് തന്നെ വിചാരിക്കും. കാരണം ഈ ഒരു പാട്ടിന് വേണ്ടിയാണ് എല്ലാവരും കുറേ നാളായിട്ട് കാത്തിരിക്കുന്നത്. സോ എല്ലാവരും സംതൃപ്തരാകും ഈ ഒരു പാട്ട് കേട്ട്. കാരണം മോഹൻലാൽ അതുപോലെ തന്നെ MG ശ്രീകുമാർ വേറെ ഒരു കോംബോ, അതിൻ്റെ ഇടയ്ക്ക് ജേക്സ് വിജയും കൂടെ വന്നു കഴിഞ്ഞാൽ വേറെ ലെവലായിരിക്കുമെന്ന് വിചാരിക്കും. സോ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പറയുക.